ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ള കാര്യം, ഈ രണ്ട് എനർജീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെന്റൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജിയും നമ്മളിവിടെ നോക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി അല്ല, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ള ഒരാളാണോ, അതെയോ അവർ തുടർന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒക്കെ ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പിൽ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ നോക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു എനർജീസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി നമ്മൾ നോക്കുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താണ്, അവരിപ്പോൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ഏതവസ്ഥയിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ആക്റ്റീവായിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ കൂടെ തേർഡ് പാർട്ടി ഇപ്പോൾ ഉണ്ടോ, അവർ ആക്റ്റീവ് ആണോ, അതുപോലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ 2 of Pentacles റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ കാമായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ അവർ അവഗണിച്ചിട്ടുണ്ടാകാം. പല സമയങ്ങളിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നിട്ടുണ്ടാകാം. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് അവരെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് കണ്ട് അവരുടെ പുറകെ നടന്ന് നിങ്ങൾ ശരിക്കും മടുത്തു. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാകാം, വളരെ വിഷമത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി എന്ത് വന്നാലും ലൈഫിൽ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ഇതെല്ലാം ഞാൻ എടുക്കാനായിട്ട്, ലൈഫിലേക്ക് സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് എല്ലാം ഇങ്ങനെ ചിന്തിച്ച് ഒരു പക്വത വന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സ്പിരിച്വലി വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു മനസ്സാണ് നിങ്ങളുടെ നിന്ന് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുടെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാതി മനസ്സോടെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മടുത്തു. ആ ഒരു മടുത്ത അവസ്ഥയിൽ നമ്മൾ ഒരു ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഫുൾ എനർജിയോട് കൂടി ചെയ്യുന്നില്ല കാര്യങ്ങൾ എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു സമയമായിരിക്കും. തീർത്തും നോ കോണ്ടാക്ട് ആണ് എന്ന് നമുക്ക് എനർജീസിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും വളരെയധികം ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് സ്നേഹമുണ്ട് ആ ഒരു പേഴ്സണോട്, ആ ഒരു ഇഷ്ടം അവിടെ തന്നെ ഉണ്ട്. എന്നാലും നിങ്ങൾ അവരെ ചേസ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ. ഞാൻ ആരെയും ചേസ് ചെയ്യാനോ തടഞ്ഞു നിർത്താനോ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് എൻ്റെ അടുത്ത് നിൽക്കാം, പോകണമെങ്കിൽ പോകാം, നിൽക്കുവാണെങ്കിൽ നിന്നോ, എന്ത് സിറ്റുവേഷൻ വന്നാലും നേരിടാൻ ഞാൻ ഇനി തയ്യാറാണ് എന്നൊരു രീതിയിലാണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ ഉള്ളത്. ഒരു സെൽഫ് ലവ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന ഒരു എനർജീസ് ആണ് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നു, പല ഫീലിങ്സുകളും അവരെ മറച്ചു പിടിക്കുന്നു എന്നുള്ള എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു മറച്ചു പിടിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല, അവരുടെ ഒരു, അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി, അവരുടെ ഇപ്പോൾ അവരാരുടെ കൂടെ ആയിരിക്കുന്നു ആ ഒരു പേഴ്സണിൽ നിന്നും ഈ ഒരു അവരുടെ ഫീലിങ്സുകളെല്ലാം മറച്ചു പിടിക്കുന്നുണ്ട്. നിങ്ങളോട് മാത്രമല്ല തേർഡ് പാർട്ടിയോടും അവരത് മറച്ചു പിടിക്കുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടിയുമായി അവർക്ക് ഒരു സാമ്പത്തികമായ ഡീലിങ്സുകളാണ് കൂടുതലായിട്ടുള്ളതെന്നാണ് കാണുന്നത്. സാമ്പത്തികപരമായ ഒരു ബന്ധം, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുന്നതാകാം. അങ്ങനെ ഒരു എനർജീസ് ആണ് കൂടുതലും കാണുന്നത്.
അപ്പൊ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ സമീപിക്കുന്നതും അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും കൂടുതലായിട്ടും ഒരു സാമ്പത്തികമായ രീതിയിലുള്ള കോൺവെർസേഷൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടാകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മനസ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് നോക്കിയാൽ ഇവരുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ അവിടെ തന്നെ കാണും, നിങ്ങൾ എങ്ങും പോവുകയില്ല. നിങ്ങൾ പാസ്റ്റ് ടൈമിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പല കോൺഫ്ലിക്റ്റുകളും വഴക്കുകളും ഒക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ പുറകെ ചെന്നിട്ടുണ്ടാകാം. അവരതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആ ഒരു കാര്യത്തിൽ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വ്യക്തി എന്ത് തെറ്റ് ചെയ്താലും ഒന്ന് വന്നിട്ട് സോറി പറയുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെല്ലും. അത്രയ്ക്കൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സണുള്ളത്, നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെന്ത് ചെയ്തിട്ട് തിരിച്ചു വന്നാലും എവിടെ വിട്ടിട്ട് നിങ്ങളെ പോയാലും തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിങ്ങൾ അവിടെ ഉണ്ടാകും എന്നൊരു കോൺഫിഡൻസ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടിയുടെ എനർജീസ് കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് വരുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം അവരൊരു ഓപ്ഷൻ ആണെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് അത്ര ഇഷ്ടമൊന്നും എന്നോടില്ല. അതായത് ഒരാൾ പിണങ്ങി കഴിയുമ്പോൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൽ വരുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരാൾ എന്ന രീതിയിലാണ് എന്നെ ഈ തേർഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട്. എന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേഴ്സൺ എന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നിവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ, ഇവിടെ നിൽക്കേണ്ടതുണ്ടോ, ഇനി ഈ ഒരു പേഴ്സണുമായിട്ട് തുടരേണ്ടതുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഈ തേർഡ് പാർട്ടി ഉള്ളത്. അപ്പോൾ പല സമയത്തും അവരെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഒരു സാമ്പത്തിക കാര്യങ്ങൾക്ക് മാത്രം അവരെ ആശ്രയിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ മനസ്സ് വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്നത് കാണുന്നുണ്ട്. മനസ്സുകൊണ്ട് തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പതിയെ പതിയെ പുറകോട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, വളരെയധികം ദൂരേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ നിങ്ങളൊരു ടോപ്പിക് ആകുന്നു പോലുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു ഫൈനാൻസ് ഇതിലേക്ക് കടന്നു വരുന്നു, ഫൈനാൻസ് സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ തേർഡ് പാർട്ടി ഒന്ന് ജസ്റ്റ് മാറുന്നു. നിങ്ങളുടെ പേഴ്സണെ ആ ഒരു തേർഡ് പാർട്ടി പുറകോട്ട് മാറുന്നത് വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ അവർ ഞെരുങ്ങുന്നു. ഇവരായിരിക്കാം അതൊക്കെ ഒന്ന് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് തേർഡ് പാർട്ടി പോകുന്നതായിട്ടുള്ള എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറെ ആളുകൾക്ക് തേർഡ് പാർട്ടി ഈ ഒരു സമയത്തിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം. ഇനി അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും ഉള്ള ആളുകളുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ചിലർക്ക് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടി പോകുന്നത്, അവരെ വിട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി അവഗണിച്ചു പോകുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ അത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി മാറി പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന വിഷമങ്ങളോ അവർ ഒറ്റപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ താൻ ഓപ്ഷൻ ആണ് എന്ന് തേർഡ് പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നുള്ള കാര്യം പോലും നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ പോയി കഴിയുമ്പോൾ അത് അവർക്ക് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടിയായി മാറും. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ പിന്നെ വേറെ ആരുമില്ല. ഉറപ്പായിട്ടും അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും. പക്ഷെ ആ ഒരു സമയത്താണ് നമുക്ക് ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത് ഈ റീഡിങ്ങിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അതൊരു ഫ്രണ്ടായിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രഷ് തോന്നുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി പോകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ അതൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മാറും അല്ലെങ്കിൽ മാറ്റിയെടുക്കും അല്ലെങ്കിൽ വരും. അതാണ് ഒരു ഫെയ്ത്ത്, വിധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അത് അങ്ങനെ വരും എന്നാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരാളോ ഒക്കെ ആയിരിക്കാം. അവരിപ്പോൾ ഒരു ലവർ ആകണമെന്നില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ആ വ്യക്തിയുമായി ഡീപ്പ് റിലേഷൻഷിപ്പിൽ പോകണമോ എന്നുള്ളത് ആണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ച് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക തന്നെ ചെയ്യാം. പക്ഷെ ഇത് വേണ്ട എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണത്, അല്ലെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്ക് വരും. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നുമില്ല. ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി ഒന്ന് അറിയിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത്
തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ പോയി കഴിയും, ഇവരുടെ ലൈഫിൽ നിന്ന് പോകും. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടാകും എന്നാണ് കാണുന്നത്, 2 ചോയ്സുകൾ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ഒരു ചോയ്സ് ആകും, അല്ല അത് ആ പേഴ്സന്റെ ഒരു ഓപ്ഷനും. തിരിച്ചു വരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചും വരും. അപ്പൊ അവിടെ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന അതേ സെയിം ഒരു കൺഫ്യൂഷൻ, ആ ഒരു ടെൻഷൻ ഒക്കെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് 2 ചോയ്സ് ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി തീർത്തും പോവുകയാണ് യാതൊരു പ്രശ്നവും ഇല്ലാതെ. ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് റിട്ടേൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇനി തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി, അവര് നിങ്ങളെ വിട്ടുപോകുമോ എന്നതിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അവരും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷനിലേക്ക് മാറും. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു സെയിം സിറ്റുവേഷൻ ആവും നിങ്ങൾക്കുള്ളത്. തേർഡ് പാർട്ടിയെയും വേണം, നിങ്ങളെ വേണം, ആ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറും. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമെന്ന് സാരം. ഓക്കെ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ടൈം ആകുമ്പോൾ നിങ്ങൾ നോക്കുന്ന ഈ ഒരു പേഴ്സണോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആളെ ഉപേക്ഷിക്കാനും കഴിയില്ല, കാരണം ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആകും. ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ ആകേണ്ട യാതൊരു കാര്യമില്ല. തേർഡ് പാർട്ടി അവിടെ നിന്ന് തനിയെ തന്നെ പോകുന്നതായിട്ടാണ് നമുക്ക് എനർജീസ് കാണുന്നത്. സോ എന്തായാലും റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ ഷുവറായിട്ടും കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ്. ഓക്കെ, ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. മോൾ ഓൺ റൈറ്റ് സീക്സ്, റൈറ്റ് സൈഡിലെ കവിളിൽ മറുകുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു. ആർട്ടിസ്റ്റ്, ലെറ്റർ M. അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മ്യൂസിക്, നമുക്കിവിടെ ഒരു ക്ലൂ കിട്ടുന്നു. മ്യൂസിക്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ലോങ് നെയിൽ. ഓക്കെ, തിരുവനന്തപുരം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. എബ്രോഡുള്ള ആളുകളായിരിക്കാം. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. സെപ്റ്റംബർ മന്ത്. ഓക്കെ, ഹിയറിംഗ് ഇഷ്യൂസ്. ലെറ്റർ C. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ P. നമ്പർ 4. 2 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. ലെറ്റർ L. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1985 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 നമുക്ക് കിട്ടുന്നു. ഫ്ലവേഴ്സ്. 7 days. പെറ്റ് ലവേഴ്സ്. ഓക്കെ, 1987. സപ്പോർട്ടീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ E നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ക്രേസ് ഓൺ വെഹിക്കിൾസ്. ഓക്കെ, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തിയാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ ഈ ഒരു റീഡിങ്ങിന്റെ ലാസ്റ്റിൽ ഒരു ക്രിസ്റ്റൽസിന്റെ ഒരു പിക്ചേഴ്സ് വെക്കുന്നുണ്ട്. ഓരോ ക്രിസ്റ്റൽസും എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ ഒരു പിക്ചറിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്.